സ്ട്രെസ് ഇല്ലാണ്ട് തന്നെ എക്സാം എഴുതുക. എപ്പോഴും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വെക്കുക നിങ്ങളുടെ മൈൻഡ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം, ബട്ട് വി നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, പ്രിപ്പറേഷന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആണുള്ളത്. ബയോളജി ഫുൾ ടെക്സ്റ്റ് അരിച്ചു വറക്കുക, വായിച്ച് തന്നെ തറോ ആക്കുക. അല്ലെങ്കിൽ ഇപ്പം ടെക്സ്റ്റ് ഇപ്പം ഇഷ്ടംപോലെ റെക്കോർഡിങ്സ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അത് കേട്ട് പഠിക്കാം. കുറേ സോഴ്സ് ഉണ്ട്, കുറേ സോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ടെക്സ്റ്റ് നല്ലോണം എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ ഒരു സെന്റൻസ് വന്നത് ഈ ചാപ്റ്ററിന്റെ ഈ പോർഷനിൽ നിന്നാന്ന് പറയാൻ പറ്റണം നിങ്ങൾക്ക്. അത്രയും നിങ്ങൾ എന്താണ് ബയോളജിയിൽ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ കെമിസ്ട്രി, ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ ഉണ്ട്. ഇനോർഗാനിക് ഫുള്ള് ബയോളജി പോലെ തന്നെയാണ് പഠിക്കേണ്ടത്. പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് ആ ഒരു പോർഷനാണ് അത്. ബയോളജി പോലെ തന്നെ ടെക്സ്റ്റ് നല്ലോണം പഠിക്കുക. അവിടെ അപ്ലിക്കേഷൻ ബേസ്ഡ് കുറച്ച് കുറവാണ്, എന്നാലും ഉണ്ടാവും. പക്ഷെ ടെക്സ്റ്റ് അറിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് എന്ന് പറഞ്ഞ സാധനം രണ്ടിന്റെ മിക്സ് ആണ്. ലൈക്ക് ഫിസിക്കൽ കെമിസ്ട്രിയും ഉണ്ട്, പിന്നെ ഓർഗാനിക്കും ഉണ്ട്. വായിച്ചും പഠിക്കുകയും ചെയ്യണം, എഴുതിയും ക്വസ്റ്റ്യൻസ് ചെയ്തും പഠിക്കുകയും ചെയ്യണം. കെമിസ്ട്രിയാണ് കുറച്ചും കൂടി കുറച്ചും കൂടി നമുക്ക് പണിയെടുക്കേണ്ട സബ്ജക്റ്റ്. പിന്നെ ഫിസിക്സ് നിങ്ങൾക്കറിയാം ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ്. തിയറി അധികം അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസിൽ കൂടിയാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇതറിയാൻ പറ്റുക, ഡെപ്ത് അറിയാൻ പറ്റുക, അതിന്റെ വെയ്സ് അറിയാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ മാർക്കൊന്നും കണ്ടിട്ട് ഏതൊരു എക്സാമിന്റെ മാർക്ക് കൊണ്ട് നിങ്ങൾ ഡൗൺ ആവാണ്ടിരിക്കുക. ലൈക്ക് ഓഫ്കോഴ്സ് എക്സാംസിന്റെ മാർക്ക് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. പക്ഷെ അതൊരിക്കലും ഇതാണ് എൻ്റെ ലാസ്റ്റ് മാർക്ക് ഇതാണെന്ന് പറഞ്ഞിരിക്കരുത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എപ്പോഴും കുറച്ച് ഹൈ ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടണ്ടാവുക. അപ്പൊ അത് കണ്ടാരും സ്ട്രെസ് ആവരുത്. ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. ലൈക്ക് ഒരിക്കലും ഡൗൺ ആവാണ്ട്, ലൈക്ക് പ്രതീക്ഷ കൈവിടാണ്ട് നിങ്ങൾ പിന്നെയും പഠിക്കുക. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് വരണ്ടാവുക, നീറ്റിന് വരണ്ടാവുക. പിന്നെ നിങ്ങൾ ഒരാളുടെ മാർക്ക് കണ്ട എനിക്ക് കുറവാണ്, അയാൾക്ക് കൂടുതലാണ്, അങ്ങനെ ഒരു കമ്പയറിങ് അവിടെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻസ് ആയിട്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ആവുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ഫുൾ ടൈം ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുഡ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടണമെന്ന് എനിക്കറിയാം. ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ബസ്സിൽ കൂടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയമൊക്കെ നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക. ലൈക്ക് ബ്രെയിൻ നല്ലോണം ഫങ്ഷൻ ചെയ്യാൻ കുറച്ച് റെസ്റ്റ് എങ്കിലും വേണം. ഇപ്പോൾ പഠിക്കാൻ ഫുഡ് കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കരുത്. കുറച്ച് സമയം നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. ലൈക്ക് ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. കുറച്ച് സമയം 15 minutes 20 minutes ഒക്കെ റെസ്റ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടൊരു ആളാണ്, അപ്പോൾ എനിക്ക് അതൊക്കെ പറയാൻ പറ്റും ലൈക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുന്ന ടൈമിൽ, അതിപ്പോൾ ഏത് എക്സാംസ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നീറ്റ് എക്സാം, ഏത് എക്സാമിലും നിങ്ങൾ പോണ വഴിക്ക് ബുക്കൊന്നും നോക്കാണ്ടിരിക്കുക. പോണ വഴിക്ക് നിങ്ങൾ റഷ് ചെയ്ത് നോക്കാണ്ടിരിക്കുക. അത് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കും. പോണ വഴിക്ക് നിങ്ങൾ അത്ര റിലാക്സ്ഡ് ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. എന്നാലാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഇപ്പൊ നല്ലോണം റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഏത് ടോപ്പിക് ആണെങ്കിലും നല്ലോണം റിവൈസ് ചെയ്യുക. എടുത്തെടുത്ത പോർഷൻസ് പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എടുത്ത പോർഷൻസിന്റെ കൂടെ ബാക്കിൽ എടുത്തതും കൂടി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എക്സാംസ് കുറെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അറിയാത്ത പോർഷൻസ് എന്ത് ചെയ്യുക കുറച്ചും കൂടി. അപ്പൊ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത കൂടി ആ പോർഷൻ നമ്മളിലേക്ക് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആ പോർഷൻ എങ്കിലും അറിഞ്ഞ് വെക്കാൻ പറ്റും. റാൻഡം ആയിട്ട് ചെറിയ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സമയം അധികം പോകാത്ത രീതിയിലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പെട്ടെന്ന് ആൻസറെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പോർഷനെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നാള് മുന്നേ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പം 1 മാസം പോലും ഇല്ല എക്സാമിന്. അപ്പൊ നിങ്ങൾ പഠിച്ച പോർഷൻസ് തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് ഇപ്പൊ ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാണ്ടിരിക്കുക. പഠിച്ചു തന്നെ പിന്നെയും പഠിക്കുക. ചെയ്ത പോർഷൻസ് തന്നെ പിന്നെയും ചെയ്യുക. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാണ്ടിരിക്കുക. ആൻഡ് അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതൊരു എക്സാം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാലും ഇനിയും ലൈഫ് ഉണ്ട്, ലൈക്ക് ഇനിയും ചോയ്സസ് ഉണ്ട്, ഇനിയും ചാൻസസ് ഉണ്ട്. സോ ഒരിക്കലും ഇത് എക്സാം ആണ് അല്ലെങ്കിൽ ഇതൊരു എൻട്രൻസ് ആണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം.
ഇതാണ് ലാസ്റ്റ്, ഇതാണ് എല്ലാത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു, എങ്ങനെയൊന്നും ആലോചിക്കരുത്. ജസ്റ്റ് എൻ എക്സാം. ഏതൊരു എക്സാം പോലും നമ്മൾ ഇത്രയും നാളും എഴുതി കൊണ്ടുവരുന്ന എക്സാം പോലെ ഒരു എക്സാം ആണ് ഇതും. അപ്പൊ ഇത് എക്സാം ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അത്രയും ലോജിക്കലി മൂവ് ചെയ്യുക. ലൈക്ക് എത്രയോ ലക്ഷം ആൾക്കാർ അതിന് എക്സാം ആണ്. അപ്പൊ അതിനകത്ത് കിട്ടൂല്ലയോ എന്നുള്ളതല്ല, നമ്മളുടെ ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളുടെ 100% നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതുള്ളൂ. അപ്പം ഇത് എക്സാം ആണെന്ന് ഞാൻ റിപ്പീറ്റർ ആയതുകൊണ്ട് എനിക്കറിയാം അത്രത്തോളം സ്ട്രെസ്ഫുൾ ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാണ്ടിരിക്കുക. പിന്നെ നമുക്ക് റിസൾട്ട് വന്നു കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ചോയ്സ് ഉണ്ട്, വേറെ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിച്ച് ആരും സ്ട്രെസ്ഡ് ആവരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നല്ലോണം എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.